Hey all, welcome to the Pro Wrestling Analyst channel. പ്രോ റെസ്ലിംഗ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് ആനലിസ്റ്റിന്റെ റെസ്ലിംഗ് പ്രഡിക്ഷനിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുള്ള റെസ്ലിംഗ് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരാഴ്ചയാണ് റെസ്ലിമേനിയ വീക്കെൻഡ് എന്നുള്ളത്. സെഷനിലേക്ക് നമുക്ക് കടക്കാം. അതെ, ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് സാറ്റർഡേ മാച്ച് കാർഡിൽ ഫസ്റ്റ് അനൗൺസ് ചെയ്തിരിക്കുന്ന മാച്ച് കോഡി റോഡ്സ് വേഴ്സസ് റാൻഡി ഓർട്ടന്റെ മാച്ചാണ്. അതിൽ കോഡി റോഡ്സും റാൻഡി ഓർട്ടന്റെ കൂടെ പാറ്റ് മാക്കഫേ സൈഡ് ലൈനിലുണ്ട്. നമ്മളുടെ പ്രഡിക്ഷൻ ഒരു കട്ടയ്ക്കുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും. ബട്ട് മോസ്റ്റ് ലൈക്ലി റാൻഡി ഓർട്ടൺ 15 ടൈം വേൾഡ് ചാമ്പ്യൻഷിപ്പ് എടുക്കാനുള്ള ഒരു ചാൻസ് അല്ല ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ. അതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. അതാണ് എൻ്റെ ഈ മാച്ചിന്റെ പ്രഡിക്ഷൻ അത് തന്നെയാണ്. ഇപ്പം കോടി കുറെ പ്രാവശ്യം ഇപ്പൊ ചാമ്പ്യനായി. അത് കാരണം ഇപ്പം ഉടനെ ഇപ്പോൾ ഒരു ചാമ്പ്യൻഷിപ്പ് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം പെട്ടെന്ന് ആ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ റെയിൻ ഷോർട്ട് ആണെങ്കിൽ ഇപ്പം കോടിക്ക് ലോങ് ടൈറ്റിൽ റെയിൻ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം വലിയ വിഷയമൊന്നുമില്ല. അതുപോലെ തന്നെ റാൻഡിയെ 15 ടൈം ചാമ്പ്യൻ ആകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിലൂടെ അവർക്ക് കിട്ടും. അതുകൊണ്ട് പിന്നെ ഒരു വിഷ്യസ് ഹീൽ, ആ പഴയ എയ്പെക്സ് പ്രൊഡക്ടർ അല്ലെങ്കിൽ എയ്പെക്സ് പ്രൊഡേറ്റർ അല്ലെങ്കിൽ എന്നാ പറയുന്നത്, നമ്മുടെ ആ ഒരു വൈപ്പർ റാൻഡിയുടെ ആ ഒരു റണ്ണ് നമുക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് റാൻഡിയും നീ പറഞ്ഞ പോലെ തന്നെ റാൻഡി തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത്. ആയിരിക്കും മോസ്റ്റ് ലൈക്ലി. പിന്നെ രണ്ടാമത്തെ മാച്ച് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ വിമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് സ്റ്റെഫനി വാക്കേറും ലീവ് മോർഗനും ആയിട്ടുള്ളത്. അതൊരു കട്ടക്കായിട്ടുള്ള ഒരു മാച്ച് തന്നെ. നമ്മൾ ഫസ്റ്റ് ഇതുപോലെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ലിവ് ആയിരിക്കണം മോസ്റ്റ് ലൈക്ലി ഈ പ്രാവശ്യം ഇതെടുക്കേണ്ട. സ്റ്റെഫനി ചാമ്പ്യൻ ആയിട്ട് കുറച്ചായി. ഇപ്പം ലിവ് ആയിരിക്കണം ചാമ്പ്യൻഷിപ്പ് എടുക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. അതിലൊരു ജഡ്ജ്മെന്റയുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് ഒഴിച്ചു പറയാൻ പറ്റില്ല. ഇപ്പൊ റക്കേൽ എന്താണെങ്കിലും സ്റ്റെഫനി ആയിട്ടുള്ള ഒരു ഫ്യൂഡ് പോകുന്നുണ്ടായിരുന്നു. അപ്പം റക്കേൽ എന്താണെങ്കിലും ഇൻവോൾവ്മെന്റ് കാണും. അതുപോലെ തന്നെ ജഡ്ജ്മെന്റയുടെ ഒരു ഇത് കാണും. അപ്പൊ ലിവ് ആയിരിക്കും വിക്ടർ ചാമ്പ്യൻ ആവുന്നതെന്ന് ഞാൻ ഹോപ്പ് ചെയ്യുന്നു. എൻ്റെ അഭിപ്രായം തന്നെയാണ്, എൻ്റെ പ്രഡിക്ഷനും അത് തന്നെയാണ്. കാരണം ലിവ് ആയിരിക്കണം. ലിവ് ഒരു ഹീൽ റൺ. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ലിവ് കുറേ നാൾ കഷ്ടപ്പെട്ടിട്ടാണ് അവസാനം റോയൽ റംബിൾ ജയിച്ചത്. 2 പ്രാവശ്യം അരികിലെത്തി, അത് കഴിഞ്ഞ് ജയിച്ചു. അപ്പോൾ ആ ഒരു ഇമോഷണൽ കണക്ഷനും അതിനകത്ത് പോകുന്നുണ്ട്. പിന്നെ ലിവിൻ്റെ വർക്ക് എല്ലാവരും ഭയങ്കര അപ്രീഷിയേറ്റീവ് ആയിട്ടുള്ളതാണ്. ബാക്ക് സ്റ്റേജിലാണെങ്കിലും ഹൈറപ്സിൻ്റെ ഇടയിലാണെങ്കിലും ലിവ് നെക്സ്റ്റ് ഡേയ്സിൽ നിന്ന് ലിവ് മെയിൻ റോസ്റ്ററിൽ വന്ന് ലിവിൻ്റെ കരിയർ വർക്കൗട്ട് ചെയ്തെടുത്തു എന്നുള്ളത് ഒരു വലിയൊരു ടെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ എല്ലാവർക്കും ലിവിന് ആ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാനായിട്ട് ഒരു താല്പര്യമുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ. അതുകൊണ്ട് ലിവ് ജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷയും എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റെഫനി മക്വേറാണല്ലോ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് റണ്ണാണ്. നൈസായിട്ട് പോയി, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം സ്റ്റെഫനി ആരാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റി. ഇനിയിപ്പം ഒരു നല്ലൊരു ഫ്യൂഡ് സ്റ്റെഫനിക്ക് കിട്ടാനായിട്ട് ഇതിലൂടെ ഇപ്പം ബെൽറ്റ് പോകുന്നവരോടെ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ സ്റ്റെഫനി ഒരിക്കലും ടൈറ്റിൽ റണ്ണിൽ നിന്ന് ഔട്ടായി പോകുന്നില്ല. ഇനിയുള്ള ഫ്യൂച്ചറിൽ സ്റ്റെഫനി ആയിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ ലിവിൻ്റെ സൈഡിലോട്ടാണ് പോകാൻ ചാൻസ്. അതെ. പിന്നെ മൂന്നാമത്തെ മാച്ച് സെത്ത് റോളിൻസിന്റെയും ഗന്തറിന്റെയും മാച്ചാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതൊരു 50-50 സെറ്റപ്പ് ആയിട്ട് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിലൊരു ഡെഫിനറ്റ് ആൻസർ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ സെത്താണോ ഗന്തറാണോ, സെത്ത് റിട്ടേൺ ചെയ്തിട്ട് സിത്തിനെ എങ്ങനെ അത് ലോസ് ആകും എന്നുള്ള രീതിയിൽ സെത്തിന്റെ ആ ഒരു ഇത് തന്നെ എൻറ്റയർ ആ ഒരു ഇത് മൊത്തം ബിൽഡപ്പ് പോവും. വിഷന്റെ അതിലുള്ള ഒരു സംഗതിയും എല്ലാം പോവും. പിന്നെ ഗന്തറിന്റെ ആണെങ്കിലും മൊമെന്റും പോവും. ഇപ്പൊ ഇതെങ്ങനെയായിരിക്കും മാച്ച് പോവുക എന്നുള്ള ഒരു സംഗതി നമുക്കറിയില്ല എങ്ങനെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ ഒരു പ്രഡിക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നു അത് സെത്ത് റോളിൻസ് എന്നുള്ളത്. ഓക്കെ, അത് ശരിയാണ്, നീ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഗന്തർ ജയിക്കുമെന്നാണ്. പറഞ്ഞ പോലെ തന്നെ 50-50 ആണ്. 2 പേരുടെ സ്റ്റോക്ക് ഇടിക്കാനായിട്ടൊരു ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ റോയിലെ സെഗ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പം റോയിലെ പോൾ ഹേമം ഒന്ന് താങ്ക്സ് പറയുന്നു ഗന്തറിന്. അപ്പോൾ ഗന്തർ പറഞ്ഞു യു ഓഫ് മീ വൺ. അപ്പം ഗന്തറിനെ സെത്തിൻ്റെ അടുത്ത്
സെത്തിനെ എന്നാ പറയുന്നത്, പോൾ ഹേമനെ രക്ഷിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിന് ഇപ്പൊ പോൾ ഹേമൻ തിരിച്ചൊരു ഉപകാരം ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഗന്ധർ ബ്രോക്കുമായിട്ടുള്ള ഒരു മാച്ചപ്പാണ്. കാരണം ബ്രോക്ക് ഇപ്പം ഗന്ധറിന്റെ ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എല്ലാവരും തൂക്കി ലെജൻസിനെ എല്ലാം റിട്ടയർ ചെയ്യിപ്പിക്കുന്ന ഒരുത്തനാണല്ലോ. അപ്പം ഒരു പക്ഷേങ്കിൽ ഇപ്പൊ നമ്മളെല്ലാം റൂമറുള്ള പോലെ സമ്മർസ്ലാമിലേക്ക് ബ്രോക്ക് വേഴ്സസ് ഗന്ധർ, അതോടെ ബ്രോക്ക് റിട്ടയർ ചെയ്യാനുള്ള ഒരു പ്ലാൻ ആയിരിക്കാം. അതുകൊണ്ട് അതിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സെഗ്മെന്റ് കിടക്കുന്നത് കൊണ്ട് ഗന്ധർ മോസ്റ്റ് പ്രോബബ്ലി ജയിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് എന്റെ പ്രഡിക്ഷൻ. അതെ അതെ, നമുക്ക് കണ്ടറിയാം. അത് ആ മാച്ച് ഒരു എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും. ബാക്കി എങ്ങനെയാണ് ഇപ്പം ഈ വിഷന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കുമോ, എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു എങ്ങനെ ടേൺ ഔട്ട് ആവും എന്നുള്ള ഒരു നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇപ്പൊ വിഷന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായാൽ അത് ഒരു കണക്കിന് സെത്തിന് നല്ല. കാരണം സെത്ത് തോറ്റത് യുവമാരുടെയും കൂടെ കാരണം കൊണ്ടാണ്. അല്ലാതെ സെത്ത് എന്നാ പറയുന്നത്, സ്റ്റോക്ക് ഇടിയാത്ത രീതിയിൽ അത് വേണം കാക്കാനായിട്ട്, സേവ് ചെയ്യാനായിട്ട് സെത്തിന് സാധിക്കും. വിഷന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമെങ്കിൽ അത് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പോൾ ഹേമൻ ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കളി ഇറക്കുമായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ വിമൻസ് ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് ഏജലിയും ബെക്കി ലിഞ്ചിന്റെയും മാച്ച് നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് കണ്ടു. ഇപ്പൊ നമുക്ക് റിപ്പറ്റേറ്റീവ് ആയിട്ടാണ് ഞാനിപ്പോ എന്റെ പ്രൊഡിക്ഷൻ ഞാൻ ചെയ്യുന്നത് ഏജലിയിലാണ് ഞാൻ എന്റെ ഇത് കൊടുക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഏജലിയുടെ ആ ഒരു ഇതിലാണ് കുറച്ചും കൂടെ മൂവ്മെന്റ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. ഏജലി ആയിരിക്കും മോസ്റ്റ് ലൈക്ലി ഈ സിറ്റുവേഷനിൽ, ഈവൻ ദോ ചാമ്പ്യൻ ആണെങ്കിലും പാർട്ട് ടൈം ചാമ്പ്യൻ ആണെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ ഏജലിയിലാണ് ഞാൻ എൻ്റെ ഇത് ചെയ്യുന്നത്. ഞാൻ പറയുന്നു ഏജലി ആയിരിക്കണം സ്റ്റിൽ റിറ്റെയിൻ ചെയ്യുന്നത്. പല ചാമ്പ്യൻഷിപ്പും മാറിപ്പോകുന്നത്, എങ്ങനെ എല്ലാ ചാമ്പ്യൻഷിപ്പും മാറ്റണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു ഇതിൽ ഞാൻ ഏജലി ചെയ്യുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എന്റെയും പ്രഡിക്ഷൻ അത് തന്നെയാണ്. കാരണം സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ ഏജലി ഇപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ പ്രോമോ സെഗ്മെന്റിലാണല്ലോ ഏജലിയുടെ ആ ഒരു നൈസായിരുന്നു. ഏജലി കാരണമാണ് ബെക്കിക്കൊക്കെ ഒരു ചാൻസ് ഉണ്ടായത്, ആ റെവല്യൂഷൻ ഉണ്ടായി. ഇപ്പം റെസ്ലിംഗ് മാച്ചസ് കൂടുതലും വിമൻസിന് കിട്ടാൻ തുടങ്ങിയത് ഏജലിയുടെ ഒക്കെ വർക്ക് കൊണ്ടാണെന്നുള്ള രീതിയിൽ കാണിച്ച് ഏജലിയുടെ ആ ഒരു പണ്ടത്തെ സ്റ്റൈൽ ഓഫ് വിഷ്യസ് ഗിമ്മിക്കിലോട്ട് നൈസായിരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഏജലി തന്നെ ജയിക്കും. അതുപോലെ തന്നെ ഭാവിയിൽ ഇപ്പം ഏജലി ചാമ്പ്യനായിട്ട് ഏജലിക്ക് ചാമ്പ്യൻഷിപ്പ് തോറ്റു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വ്യക്തിയാണ് ബെയ്ലിക്ക് ഇതുവരെ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ബെയ്ലി ഒരു പക്ഷെങ്കിൽ ഏജലിയുടെ വലിയൊരു താല്പര്യമാണ് ബെയ്ലി ആയിട്ടുള്ള സെഗ്മെന്റുകൾ, അല്ലെങ്കിൽ ബെയ്ലി ആയിട്ട് റെസ്ലിംഗ് മാച്ചസ് വേണമെന്നുള്ള ഒരു മാച്ച് അവർ ഓൾറെഡി കഴിഞ്ഞു. ഒരു പക്ഷെങ്കിൽ ഇനിയിപ്പം ബെയ്ലിക്ക് ഒരു പക്ഷേ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻ ആകാനായിട്ട് ആ ഒരു റോള് വേണമെങ്കിൽ ഏജലിക്ക് അത് അവിടെ ഉപയോഗിക്കും. ഏജലിയെ റീറ്റെയിൻ ചെയ്യിപ്പിച്ചിട്ട് ബെയ്ലിക്ക് ഒരു പക്ഷെങ്കിൽ ഭാവിയിൽ SummerSlamമിലോ എന്തെങ്കിലും ആ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് കൊടുക്കാനായിട്ട് അവർക്കത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ബെക്കി ലിഞ്ചിന് ഇനി ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിലൊന്നും ആവശ്യമില്ല. ബെക്കി ലിഞ്ച് ഓൾറെഡി രണ്ട് പ്രാവശ്യം ചാമ്പ്യനായി. ഇനിയിപ്പം അതിൻ്റെ ഒന്നും വലിയ ആവശ്യങ്ങൾ വരുന്നില്ല. ഇല്ല തീർച്ചയായിട്ടും. പിന്നെ വിമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഫേറ്റൽ 4-way മാച്ച് ഉണ്ട്. നയ ജാക്സ്, ലാഷ് ലെജൻഡ്, ഷാർലറ്റ് ഫ്ലെയർ, അലക്സ ബ്ലിക്സ്, ബെയ്ലി, ലൈറ വാൽക്കിറിയ വേഴ്സസ് ബെല്ല ട്വിൻസ്. ഇതാര് ജയിച്ചെന്ന് പറഞ്ഞാലും ഒരു ഡിഫറൻസ് വരുന്നില്ല. എങ്കിലും എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ WWE എടുത്ത് ബെല്ല ട്വിൻസിന്റെ നെഞ്ചത്ത് വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും. കാരണം ഇപ്പൊ ഈവൻ നമുക്കൊരു ഇത് പറഞ്ഞാൽ കഴിഞ്ഞ വീക്കിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നിക്കി ആക്ച്വലി ഇൻജേർഡ് ആണ് അല്ലെ. നിക്കി ഇൻജേർഡ് ആണ്. അപ്പം ചെറുതായിട്ട് പറയുന്നുണ്ട് നടക്കുന്നത്. അതെ, അതുകൊണ്ടാകുമ്പത്തേന് ആയിരിക്കും, എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പം അങ്ങനെ അവര് 100% ക്ലിയർ ആണ് എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ ഞാനിപ്പം ബെല്ല ട്വിൻസിൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവര് എങ്ങനെയും സംഭവം ഇപ്പം അവർക്കൊരു 1-on-1 മാച്ചിൽ അവരെടുക്കുന്നതിലും നല്ലതൊരു ഫേറ്റൽ 4-wayലായിരിക്കും അല്ലെ. അതാകുമ്പത്തേന് കുറച്ചും കൂടെ അവർക്ക് ചാൻസസ് കൂടുതലാണ്. അപ്പം
മറ്റേ ബാക്കിയുള്ള ടീം 3 കട്ട ടീമിന്റെ കൂടെ ഇവര് നിൽക്കുമ്പോഴത്തേന് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഈ ഒരു സെറ്റപ്പിൽ എങ്ങനെയും എടുത്താലും ബിലോറ്റൻസ് ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് ആക്ച്വലി. എൻ്റെ ഒരു വീക്ഷണത്തിൽ അല്ല, എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ബെയ്ലി ലൈറ ജയിക്കും എന്നാണ്. അത് എന്നാ പറയുന്നത്, അതും നമ്മുടെ നമ്മളാ കാണുന്ന ആ പെർസ്പെക്റ്റീവിൻ്റെ ആയിരിക്കും. നമ്മൾ പിന്നെ ഇച്ചിരി ഇമോഷണലി കണക്ഷൻ വരുന്നത് കൊണ്ടും ആകാം. കാരണം ബെയ്ലി കഴിഞ്ഞ വർഷം ബെയ്ലിയുടെ ചാൻസ് നഷ്ടപ്പെട്ടു. ബെയ്ലിക്ക് പകരം ബെക്കി വന്നു, ലൈറ ചാമ്പ്യനായി. പക്ഷേ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഒരു വർഷം അടുത്ത് റെപ്പറ്റേറ്റീവ് ആവും ലൈറയ്ക്ക്. പക്ഷെങ്കിൽ ബെയ്ലിയുടെ സ്റ്റോറിക്ക് വേണമെങ്കിൽ അവരത് കൊടുക്കുമായിരിക്കാം ഒരു ബെൽറ്റ്. കാരണം ഈ കൂട്ടത്തിലാണെങ്കിൽ തന്നെ ഇപ്പം ലാഷ് ലെജൻഡും നയ ജാക്സ് ഓഫ് കോഴ്സ് അവരുടെ നല്ലൊരു സ്റ്റോറിയാണ്. അവർ നല്ലൊരു ഫോർമഡബിൾ ടീമാണ്. ടാഗ് ടീം പിക്ചറിൽ അവർക്ക് നല്ലൊരു സെഗ്മെന്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർ ഒരു നല്ല സെറ്റപ്പിൽ ഇപ്പോൾ പോകുന്നത് ബെയ്ലിയുടെയും ലൈറയുടെയും സ്റ്റോറി നൈസാണ്. അവർ ആദ്യമൊക്കെ ഭയങ്കര ഹെസിസ്റ്റൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവസാനം അവർ നല്ലൊരു ജെല്ലായ ഒരു ടാഗ് ടീമായി മാറി. അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പിൽ ആ ഒരു ടൈറ്റിൽ തന്നെ ഒരു ടൈറ്റിൽ റൺ കുറച്ച് ഷോർട്ടാണേലും മതി. ചുമ്മാ പേരിന് ഒരു നല്ല റെസ്ൽമേനിയ മൂവ്മെൻറ്റ് ബെയ്ലിക്ക് കിട്ടും. കഴിഞ്ഞ വർഷം അവളോട് ചെയ്തതിൻ്റെ ഒരു എന്താ പറയുന്നത് അവളോട് ചെയ്തതിൻ്റെ അതിനൊരു പകരം ഇതുമാവും, ഒരു നീതിയാവും ബെയ്ലിക്ക് ഒരു മൂവ്മെൻറ്റ് കൊടുക്കുവാണെങ്കിൽ. എൻ്റെ അഭിപ്രായമാണ്. എൻ്റെ പേഴ്സണലി ഞാനത് നമ്മളങ്ങനെ ഇമോഷണലി ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും. പക്ഷെ എൻ്റെ പ്രഡിക്ഷനും അത് തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് കണ്ടറിയാം. ഇപ്പം മാച്ച് നമുക്ക് ആ സാറ്റർഡേയിൽ മാച്ചിന്റെ എല്ലാം ഇപ്പം നമ്മൾ ഇത് പറഞ്ഞു. ഇപ്പം കമന്റ് ചെയ്യുക, എല്ലാവർക്കും കമന്റ് ചെയ്യുക. ഇപ്പം മാർക്ക് എന്താണ് നിങ്ങളുടെ തോട്ട് എന്താണെന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മാച്ച് രണ്ട് മാച്ചും കൂടെ ഉണ്ട് സത്യത്തിൽ. ഡ്രൂ ജേക്കബ് ഫാറ്റും കൂടെയുള്ള അൺസാക്ഷൻ മാച്ചും 6-man ടാഗ് ടീം മാച്ച് ലോഗൻ പോൾ, ഓസ്റ്റിൻ തിയറിയും ഐഷ സ്പീഡും ഊസോസും എലൈനേറ്റ്. അതിനകത്ത് ഈ 2 മാച്ചും ഒരു ഫസ്റ്റ് അവറിൽ നടത്തുന്ന ഒരു പ്ലാനാണ്. ESPN-ലുള്ള ഫസ്റ്റ് അവറിലായിരിക്കും ഈ 2 മാച്ച് എന്നാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ഇപ്പം അതും ഈ അൺസാക്ഷൻ മാച്ച് നൈസായിരിക്കും. ഒരു ഹാർഡ് ഹിറ്റിംഗ് മാച്ച് ആയിരിക്കും. 2 പേരും കട്ടക്കിനുള്ള ഹാർഡ് ഹിറ്റേഴ്സാണ്, ജേക്കബ് ഫാറ്റും ഡ്രൂ. ആ ഒരു സ്ട്രോങ് സ്റ്റൈൽ മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ആ കാര്യത്തിൽ. എൻ്റെ പ്രഡിക്ഷൻ ജേക്കബ് ഫാറ്റു ജയിക്കുമെന്നാണ്. ഒരു ഫേസ് എന്നുള്ള നിലയിൽ ജേക്കബ് ഫാറ്റുവിൻ്റെ ഒരു സെഗ്മെന്റ് ആയിരിക്കും. റെസൽമേനിയ മൂവ്മെന്റും ആയിരിക്കും. ഡ്രൂ മക്കിൻറ്റയറിന് കിട്ടിയിട്ടുണ്ട് റെസൽമേനിയ മൂവ്മെന്റ്. കോവിഡ് സമയത്താണെന്ന് പറഞ്ഞാൽ പോലും ഒരു നല്ല റെസൽമേനിയ മൂവ്മെന്റ് കിട്ടി. അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ ജേക്കബ് ഫാറ്റു ആണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. പക്ഷെ എൻ്റെ പ്രഡിക്ഷൻ നേരെ ഞാൻ ഡ്രൂവിലാണ് ആക്ച്വലി ഞാൻ ഹോപ്പ് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഒരു വേൾഡ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആയിരുന്നു. ഒരു മാസം മുമ്പ് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആയിരുന്ന ആള് ഇപ്പം ഫ്രീ ESPN-ലെ ഫസ്റ്റ് അവർ മാച്ചിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ സപ്പോസ് ടു ബി മെയിൻ event ആകേണ്ട ആള് ഇപ്പൊ ഫസ്റ്റ് അവർ മാച്ചിൽ വന്നിരിക്കുകയാണ് അല്ലെ. ഈവൻ ദോ റെസ്ൽമേനിയാണ് ഒരു മാച്ച് കിട്ടി. ഇപ്പം മെയിൻ event ചെയ്യേണ്ടത് ഇപ്പം എനിക്ക് എൻ്റെ ഇതില് ഡ്രൂ മാക്കിൻറ്റയറിന് ആണ്. എന്നാലും ഡ്രൂ മാക്കിൻറ്റയറിന് കിട്ടണം. ഡ്രൂ മാക്കിൻറ്റയറിന്റെ വർക്ക് അതുപോലെയാണ്. ഡ്രൂ മാക്കിൻറ്റയർ വിക്ടോറിയസ് ആണെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതും. പിന്നെ ഇതുപോലെ തന്നെ കട്ടയ്ക്കുള്ള ഒരു മാച്ചാണ്. 2 പേരുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് അറിയാം. 2 പേരും ഇൻ റിംഗ് പെർഫോമൻസ് അടിപൊളിയാണ്. നമുക്ക് കണ്ടറിയാം. ആ മാച്ച് തീർച്ചയായിട്ടും ഫസ്റ്റ് അവറിൽ വെച്ചത് എന്തിനാണെന്നാണ് എൻ്റെ ഒരു ഇത്. ഫസ്റ്റ് അവറിൽ വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം വേറെ മാച്ചസ് ഉണ്ട്, അതുകൊണ്ടാണ് ഒബിയസ്ലി അതാണ് റീസൺ. പക്ഷെ ഡ്രൂവിലാണ് എൻ്റെ മണി. അത് മാത്രമല്ല, ഈ ഫസ്റ്റ് അവർ വെക്കുന്നതിന് എനിക്ക് തോന്നുന്നത് ഈ അൺസാങ്ഷൻ മാച്ച് എന്നുള്ള രീതി പോകുന്നതുകൊണ്ട് അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ. ബാക്ക് സ്റ്റേജിലും എല്ലാം അടി ഉണ്ടാക്കാനും. അത് കഴിഞ്ഞ് പിന്നീട് മാച്ചിനിടയ്ക്ക് ഇപ്പം മെയിൻ event കൊടുക്കുകയില്ല എന്നാണെന്ന് പറഞ്ഞാൽ. അപ്പം അതിനിടയ്ക്ക് പിന്നെ എല്ലാം ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാനോ അതിലും ഭേദം ആദ്യം തന്നെ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ അതായിരിക്കും അവരുടെ പ്ലാൻ. ഇത് രണ്ടുമാണ് അനൗൺസ് ചെയ്തിരിക്കുന്ന 2 മാച്ച്. അതിപ്പം ജേക്കബ് ഫാറ്റുവിന്റെ ഒക്കെ ആയിരിക്കും 2ാമത്തെ മാച്ച് ഒരു പക്ഷേ. ആദ്യം പറഞ്ഞ പോലെ ഐഷോ സ്പീഡിന്റെയും വിഷന്റെയും LA Knight ഊസോസുമായിട്ടുള്ള മാച്ച് 6-man ടാഗ് ടീം മാച്ച് ആയിരിക്കും അവർ ചിലപ്പോൾ തുടങ്ങുന്നത്.
അതും എനിക്ക് ശരിക്കും പറഞ്ഞാൽ പരിഭവമാണ് LA അങ്ങനെ ഒരു ഇതിലോട്ട് വിടുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഇപ്പം വേറെ വഴിയില്ല. കണ്ടമാനം മാച്ചസ് ആണ് റെസ്ൽമേനിയയിൽ. അതെ. അതുകൊണ്ട് ഈ ഒരു വർഷം കൂടെ ഒരു പക്ഷേ അത് കഴിയുമ്പം LA ഭാവിയിൽ ഒരു നല്ലൊരു പുഷ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ആ മാച്ചിൽ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഫേസ് ടീം ജയിക്കുന്നതാണ്. LA ഊസോസും ജയിക്കും, വിഷനെ തോപ്പിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാനും അതിൽ തന്നെ എഗ്രി ചെയ്യുന്നു. മിക്കവാറും അത് തന്നെയായിരിക്കും. കാരണം ജെയ്യുടെയും LA നൈറ്റിൻ്റെയും ഒക്കെ മാർക്കറ്റ് അങ്ങനെയാണല്ലോ. അപ്പം ഒബിയസ്ലി ഞാൻ അതായിരിക്കും എന്നാണ്. പിന്നെ അൺലെസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാം. റെസ്ൽമേനിയാണ്, റിട്ടേൺസോ അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ്സോ ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ സ്റ്റിൽ നമ്മൾ ഉസോസിലും LA നൈറ്റിലുമാണ് ഞാനും പ്രഡിക്റ്റ് ചെയ്യുന്നത്. അനലിസ്റ്റ് മലയാളത്തിന്റെ പ്രഡിക്ഷൻസ്, ഇനി നിങ്ങളുടെ പ്രഡിക്ഷൻസും എല്ലാം കമന്റ് ചെയ്യുക. വരുന്ന വീക്കുകളിൽ കൂടുതൽ വീഡിയോസും റെസ്ലിംഗ് മാച്ചിന്റെ റിസൾട്ട്സും ഒക്കെയായി നമ്മൾ വരുന്നതായിരിക്കും. റെസ്ൽമേനിയയുടെ മാച്ചിന്റെ നമുക്ക് സ്ട്രീം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദി പ്രോ റെസ്ലിംഗ് അനലിസ്റ്റ്.